ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ ദുരന്തങ്ങളിലൊന്നാണ് മധ്യപ്രദേശിലുണ്ടായിരിക്കുന്നത്. 11 കുട്ടികൾക്കാണ് മരുന്ന് കഴിച്ചതിന് പിന്നാലെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വിഷാംശമുള്ള ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ട ഈ സംഭവം രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്കും വലിയ ആശങ്കകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിൽ പരാസ്യ തെഹ്ലിസിയ ഗ്രാമങ്ങളിൽ 11 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് കോൾഡ്രിഫ് ദുരന്തം എന്ന പേരിൽ വാർത്തകളിൽ നിറയുന്നത്. തുടക്കത്തിൽ ചെറിയ പനിയും ജലദോഷവുമായിരുന്ന കുട്ടികൾക്ക് ഡോക്ടർമാർ കോൾഡ്രിഫ് ഉൾപ്പെടെയുള്ള കഫ് സിറപ്പുകൾ നിർദ്ദേശിച്ചു. എന്നാൽ കുട്ടികളുടെ നില അതിവേഗം വഷളാവുകയും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന ലക്ഷണങ്ങളും ഉണ്ടായി. പിന്നീട് ഇവരുടെ വൃക്ക തകരാറിലാകുകയായിരുന്നു. അധികം വൈകാതെ ഇവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. മരിച്ച കുട്ടികൾക്കെല്ലാം 5 വയസ്സിന് താഴെയായിരുന്നു പ്രായം. 5 കുട്ടികൾ നിലവിൽ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. പിന്നീട് ഒക്ടോബറിൽ നടത്തിയ ലാബ് പരിശോധനയിലാണ് കോൾഡ്രിഫ് സിറപ്പിൽ വിഷവസ്തുവായ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയത്. DEG എന്നറിയപ്പെടുന്ന ഒരു വ്യാവസായിക രാസവസ്തുവാണിത്. ആൻറ്റി ഫ്രീസ്, ബ്രേക്ക് ഫ്ലൂയിഡുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉള്ളിൽ ചെന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുക. കോൾഡ്രിഫ് സിറപ്പിൻ്റെ ഒരു ബാച്ചിൽ 48.6% ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. നിയമപരമായി അനുവദിച്ചിരിക്കുന്ന പരിധി 0.1% മാത്രമായിരിക്കെ ഇത്രയും വലിയ അളവിൽ മരുന്നിൽ വിഷവസ്തു അടങ്ങിയിരുന്നതാണ് കുട്ടികളുടെ മരണത്തിന് കാരണമായത്. ഇതെങ്ങനെയൊന്നുള്ളത് അന്വേഷിക്കേണ്ട സംഭവമാണ്. വിഷാംശമുള്ള ഈ സിറപ്പിൻ്റെ നിർമ്മാതാക്കൾ തമിഴ്നാട്ടിലെ ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. മരുന്നിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യവ്യാപകമായി സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിച്ച് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് സർക്കാർ ഉടനടി കോൾഡ്രിഫിൻ്റെ നിർമ്മാതാക്കളായ ശ്രേസൻ ഫാർമസ്യൂട്ടിക്കലിനെതിരെ നടപടിയെടുത്തു. അവരുടെ മറ്റുൽപ്പന്നങ്ങളുടെ അടക്കം വിൽപ്പനയും വിതരണവും നിരോധിച്ചു. ദുരിതമനുഭവിച്ച ഓരോ കുടുംബത്തിനും 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എല്ലാ വൈദ്യ ചെലവുകളും സർക്കാർ വഹിക്കുമെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൂടാതെ കുട്ടികൾക്ക് ചുമ സിറപ്പ് എഴുതി നൽകിയ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിനെതിരെയും കോൾഡ്രിഫ് നിർമ്മാതാക്കളായ ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മറ്റ് മരുന്നുകളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ കർശനമായ നടപടികൾക്ക് കോൾഡ്രിഫ് ദുരന്തം കാരണമായിട്ടുണ്ട്. വിഷയം രാജ്യവ്യാപകമായ ആശങ്കയുണ്ടാക്കിയതിനെ തുടർന്ന് മധ്യപ്രദേശ് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളും നടപടിയെടുത്തു. റെയ്ഡുകളും സാമ്പിൾ പിടിച്ചെടുക്കലും രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ മധ്യപ്രദേശ്, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അപകട സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. ഈ പരിശോധനകൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് കഫ് സിറപ്പുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, പനി കുറയ്ക്കുന്ന മരുന്നുകൾ എന്നിവയുടെ നിർമ്മാതാക്കളെയാണ്. മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, കേരളം, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കർശന പരിശോധന നടക്കുന്നുമുണ്ട്. മരുന്നുകളുടെ വിതരണത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. അടിയന്തര ബാച്ച് പരിശോധനകളും നടക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് വിൽപ്പന നിർത്തിവെക്കുകയും സ്വന്തം നിലയിൽ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ചെയ്ത ബാച്ചുകൾ കേരളത്തിൽ വിറ്റിട്ടില്ലെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി വിതരണം നിർത്തിവെക്കാൻ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് ഈ മരുന്നിൻ്റെ വിൽപ്പന നടത്തുന്നത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിതരണവും വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള കോൾഡ്രിഫ് സിറപ്പിൻ്റെ വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ നടന്നു വരികയാണ്. കോൾഡ്രിഫ് സിറപ്പിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റ് ചുമമരുന്നുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ ചുമമരുന്നുകൾ നിർമ്മിക്കുന്ന 5 കമ്പനികളുടെ മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്താനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെൻട്രൽ DGHSൻ്റെ നിർദ്ദേശപ്രകാരം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമയ്ക്കുള്ള സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്യരുത്. അഥവാ അത്തരത്തിൽ മരുന്ന് കുറിപ്പടി വന്നാലും ചുമയ്ക്കുള്ള സിറപ്പ് നൽകരുതെന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ചുമയ്ക്കുള്ള സിറപ്പ് നൽകുന്നുണ്ടെങ്കിൽ നിരീക്ഷണം ശക്തമാക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 കുരുന്നുകളുടെ മരണത്തിനിടയാക്കിയ കോൾഡ്രിഫ് ദുരന്തം മെഡിക്കൽ റെഗുലേറ്ററി രംഗത്തെ ചില പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം സംയുക്തങ്ങൾ അടങ്ങിയ കഫ് സിറപ്പ് നൽകരുതെന്ന 2023 ഒരു നിർദ്ദേശം
നിലവിലുണ്ടായിരുന്നിട്ടും ചില ഡോക്ടർമാർ ഇത് അവഗണിച്ചത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കർശനമായ നിയന്ത്രണങ്ങളും ക്വാളിറ്റി പരിശോധനകളും ഡോക്ടർമാരുടെ ജാഗ്രതയും എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് അടിവരയിടുന്നതാണ് കോൾഡ്രിഫ് കഫ് സിറപ്പ് ദുരന്തം.